dear students. In this video we are going to discuss about the new chapter, plant growth and development. As you all know that a matured plant that is developed from the zygote, later zygote is developed from an embryo, so that embryo contains a seed. Seed develops into seedling, plantlets and later to form a matured plant. This is the growth of plant, is it? So we are discussing about that growth. All plant cells are descendant of the zygote, which means the fertilized egg. We already know that pollen grains and egg fuse together to form a zygote. That process is called fertilization. The zygote developed to form matured plant through growth and differentiation. So here we are discussing what is growth, what is differentiation. Then what will form root, leaves, branches, flower, fruit and seed. Then they eventually die. This is the growth. Look here, zygote. Zygote, how it is formed we already understood. After that the zygote is developed from different form of the embryo. First of all the globular embryo, followed by heart-shaped embryo. Then finally the torpedo embryo and become a matured embryo. And finally it will form a matured plant. This is the formation of plant. Is it clear? So first here we are discussing about the plant growth. What do you mean by growth? Growth is an irreversible permanent increase in size of an organ or its parts of an individual cell. It involves metabolic process that consume energy. But growth എന്ന് പറയുന്നത് ഒരു irreversible process ആണ് അല്ലേ? ആ ഒരു പ്രോസസ്സിൽ അതിന്റെ സൈസ് ഓഫ് ദ ഓർഗൻ, ഒന്നെങ്കിൽ ഓർഗന്റെ സൈസ് ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ പാർട്സ് ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ സെല്ല് ഇൻക്രീസ് ചെയ്യാം. അതൊരു പെർമനന്റ് ഇൻക്രീസ് ആയിരിക്കും. അതോടൊപ്പം തന്നെ അതൊരു irreversible പ്രോസസ് ആയിരിക്കും. That is called growth. So we already know that the plant growth continues throughout the life due to the presence of meristem. മെരിസ്റ്റത്തെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. രണ്ട് ടൈപ്പ് മെരിസ്റ്റത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? പ്രൈമറി മെരിസ്റ്റം ആൻഡ് സെക്കൻഡറി മെരിസ്റ്റം. അപ്പൊ മെരിസ്റ്റമാറ്റിക് സെല്ലിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? മെരിസ്റ്റമാറ്റിക് സെൽ ഹാവ് ദ കപ്പാസിറ്റി ടു ഡിവൈഡ് ആൻഡ് സെൽഫ് പെർപെച്വേറ്റ് അല്ലെ? മെരിസ്റ്റത്തിന് സ്വയം ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ മെരിസ്റ്റമാറ്റിക് സെല്ലുകൾ ഡിവൈഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ന്യൂ സെല്ലുകൾ അവിടെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓപ്പൺ ഫോം ഓഫ് ഗ്രോത്ത് എന്ന് വിളിക്കുന്നത്. Look here, the growth where new cells are always added to the plant body by the activity of the meristem. നമുക്ക് പ്ലാന്റ് ഗ്രോത്ത് ജനറലി ഈസ് ഇൻഡിറ്റർമിനേറ്റ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ രണ്ട് ടൈപ്പ് ഗ്രോത്തുകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. പ്രൈമറി ഗ്രോത്തിനെയും അതുപോലെ തന്നെ സെക്കൻഡറി ഗ്രോത്തിനെയും. പ്രൈമറി ഗ്രോത്തിന് കാരണം ആരാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു എപ്പിക്കൽ മെരിസ്റ്റം, ദാറ്റ് ഈസ് റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ആൻഡ് ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം. മൂന്ന് ടൈപ്പ് മെരിസ്റ്റത്തെ ഓർമ്മയുണ്ടോ? എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം ആൻഡ് ലാറ്ററൽ മെരിസ്റ്റം. അതിലെ എപ്പിക്കൽ മെരിസ്റ്റംസ് ആണ് എന്തിന് കാരണമാകുന്നത്? പ്രൈമറി ഗ്രോത്തിന് കാരണമാകുന്നത്. ആ ഒരു മെരിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇറ്റ് കോസസ് ദ ഇലോങ്ങേഷൻ ഓഫ് പ്ലാന്റ്സ് അലോങ് ദെയർ ആക്സിസ്. അതുപോലെ തന്നെ സെക്കൻഡറി ഗ്രോത്ത് ജിംനോസ്പോം പ്ലാന്റുകളിലും ഡൈക്കോട്ട് പ്ലാന്റുകളിലേക്ക് പ്രത്യേകത, എസ്പെഷ്യലി ദ ഡൈക്കോട്ട് സ്റ്റെമിന്റെ ഒക്കെ പ്രത്യേകത നമ്മൾ പഠിച്ചതാണ്. സെക്കൻഡറി ഗ്രോത്ത് അല്ലെങ്കിൽ സെക്കൻഡറി തിക്കനിങ് അതിന് കാരണമാകുന്ന മെരിസ്റ്റം ഏതാണ്? ലാറ്ററൽ മെരിസ്റ്റമാണ്. ലാറ്ററൽ മെരിസ്റ്റത്തിൽ രണ്ട് ടൈപ്പ് മെരിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. വാസ്കുലാർ ക്യാമ്പിയവും അതുപോലെ തന്നെ കോർക്കി ക്യാമ്പിയവും. അതായത് സ്റ്റീലാർ റീജിയനിലെ ഗ്രോത്തും എക്സ്ട്രാ സ്റ്റീലാർ റീജിയനിലെ സെക്കൻഡറി ഗ്രോത്തിനും കാരണമാകുന്ന ആ ഒരു മെരിസ്റ്റമാണ് ലാറ്ററൽ മെരിസ്റ്റം. അതിൽ ഏതൊക്കെയാണ് വരുന്നത്? വാസ്കുലാർ ക്യാമ്പിയവും കോർക്കി ക്യാമ്പിയവും. This causes the increase in girth of the organ. അപ്പൊ ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്താണ്? ഗ്രോത്ത് ആണ്. അപ്പൊ ഗ്രോത്തിനെ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. പ്രൈമറി ഗ്രോത്ത് എന്നും സെക്കൻഡറി ഗ്രോത്ത് എന്നും. പ്രൈമറി ഗ്രോത്തിന് കാരണമായത് എപ്പിക്കൽ മെരിസ്റ്റം ആണെങ്കിൽ അതുപോലെ തന്നെ സെക്കൻഡറി ഗ്രോത്തിന് കാരണമാകുന്നത് ആരാണ്? നമ്മുടെ ലാറ്ററൽ മെരിസ്റ്റം ആണ്. ഇതൊക്കെ നമ്മൾ അനാട്ടമി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. ഇനി ഗ്രോത്ത് ഈസ് മെഷറബിൾ. നോക്കാം, at cellular level growth occurs due to increase in the amount of protoplasm. എന്നാൽ ഈ പറയുന്ന പ്രോട്ടോപ്ലാസത്തിന്റെ എമൗണ്ട് കൂടുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം ഗ്രോത്തുകൾ മെഷർ ചെയ്യാനായിട്ട് ചില പാരാമീറ്ററുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇൻക്രീസ് ഇൻ ഫ്രഷ് വെയിറ്റ്, ഡ്രൈ വെയിറ്റ്, ലെങ്ത്, ഏരിയ, വോളിയം ആൻഡ് സെൽ നമ്പർ.
അപ്പോൾ സെൽ നമ്പറോ സെൽ സൈസോ ലെങ്തോ സർഫസ് ഏരിയ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രോത്ത് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സെല്ലുലാർ ലെവലിലാണ് ഞാൻ പറഞ്ഞത് എന്ത് എമൗണ്ട് ഓഫ് പ്രോട്ടോപ്ലാസം എത്രത്തോളം കൂടി എന്നതനുസരിച്ചുകൊണ്ട് ഗ്രോത്ത് നമുക്ക് അവിടെ പറയാൻ പറ്റും. പക്ഷെ അതെന്താണ് വെരി ഡിഫിക്കൽട്ട് ടു മെഷർ ഡയറക്ട്ലി. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പാരാമീറ്ററുകൾ ഫോളോ ചെയ്തുകൊണ്ട് ആ ഗ്രോത്ത് മെഷർ ചെയ്യുന്നത്. ഏതൊക്കെ പാരാമീറ്ററുകളാണ്? സെൽ നമ്പർ, സെൽ സൈസ്, ലെങ്ത്, സർഫസ് ഏരിയ, ഇതൊക്കെ എന്താണ് ഓരോ പാരാമീറ്ററുകളാണ്. ഈസ് ഇറ്റ് ക്ലിയർ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 phases ഓഫ് ഗ്രോത്ത് ആണ്. ഈ പറയുന്ന കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഏതൊക്കെയാണ് ഫേസസുകൾ? മെരിസ്റ്റമാറ്റിക് ഫേസ്, ഇലോങ്ങേഷൻ ഫേസ്, മെച്ചുറേഷൻ ഫേസ്. ഓർമ്മയുണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങൾ 3 ഏതൊക്കെയാണ്? 3 ഫേസുകൾ: മെരിസ്റ്റമാറ്റിക് ഫേസ്, ഇലോങ്ങേഷൻ ഫേസ്, മെച്ചുറേഷൻ ഫേസ്. ദ മെരിസ്റ്റമാറ്റിക് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഫേസ് ഓഫ് സെൽ ഡിവിഷൻ അല്ലെങ്കിൽ ഫോർമേറ്റീവ് ഫേസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത് സംഭവിക്കുന്നത് എവിടെയാണ്? ഷൂട്ട് അപ്പെക്സ് അല്ലെങ്കിൽ റൂട്ട് അപ്പെക്സ് ഭാഗത്തുള്ള മെരിസ്റ്റത്തിലാണ് ഈ പറയുന്ന സെൽ ഡിവിഷൻ നടക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തുള്ള സെല്ലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സെൽസ് ഇൻ ദിസ് റീജിയൻ ഹാവ് റിച്ച് പ്രോട്ടോപ്ലാസം ആൻഡ് ലാർജ് ന്യൂക്ലിയൈ. അതോടൊപ്പം തന്നെ സെൽ വോൾസ് ആർ പ്രൈമറി, തിൻ ആൻഡ് സെല്ലുലോസിക് വിത്ത് അബണ്ടന്റ് പ്ലാസ്മോഡസ് മാറ്റർ. നമ്മൾ സെൽ വോളിന്റെ സ്ട്രക്ചർ പഠിച്ചു. പ്രൈമറി സെൽ വോൾ, സെക്കൻഡറി സെൽ വോൾ, ടെർഷറി സെൽ വോൾ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അപ്പോൾ ഈ ഒരു മെരിസ്റ്റമാറ്റിക് ഫേസിലുള്ള സെൽ വോളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പ്രൈമറി സെൽ വോൾ ആണ്, തിന്നാണ്. എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒപ്പം എന്തും കാണപ്പെടുന്നുണ്ട്? പ്ലാസ്മോഡസ് മാറ്റ. പ്ലാസ്മോഡസ് മാറ്റ എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ. The adjacent cells are connected through a fine strands of cytoplasm through fine pores in the cell wall. That is called plasmodous matter. അപ്പോൾ അവിടെ എന്തും കാണപ്പെടുന്നുണ്ട്? പ്ലാസ്മോഡസ് മാറ്റകളും കാണപ്പെടുന്നുണ്ട്. Is it clear? So the next phase എന്ന് പറയുന്നത് elongation phase ആണ്. Elongation phase എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is the enlargement phase. It occurs in cells proximals to meristematic zone. അതായത് മെരിസ്റ്റമാറ്റിക് സോണിന് തൊട്ട് മുകളിലായിട്ട് അല്ലെങ്കിൽ away from the tip. That is the elongation phase. ഈ ഒരു റീജിയനിലുള്ള സെല്ലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്രീസ്ഡ് വാക്യുലേഷൻ, അതുപോലെ തന്നെ enlargement of cells, അതുപോലെ തന്നെ ന്യൂ സെൽ വാൾ ഡെപ്പോസിഷൻ. ഇതൊക്കെയാണ് അവിടെയുള്ള സെല്ലിന്റെ ഒരു പ്രത്യേകത. So the next one is the maturation phase. Maturation phase അല്ലെങ്കിൽ cell differentiation എന്ന് പറയാം. It occurs in the cells further away from the apex. The cells attain maximal size in terms of wall thickening and protoplasmic modification. ഈ ഒരു ഭാഗത്തുള്ള സെല്ലിന്റെ ഒരു പ്രത്യേകതയാണ് എന്ത്? വാൾ തിക്കനിങ്ങും അതുപോലെ തന്നെ പ്രോട്ടോപ്ലാസ്മിക് മോഡിഫിക്കേഷൻ ഒക്കെ. ഇതാണ് ഒരു ഗ്രോത്തിലെ 3 പ്രധാനപ്പെട്ട ഫേസുകൾ: മെരിസ്റ്റമാറ്റിക് ഫേസ്, ഇലോങ്ങേഷൻ ഫേസ് ആൻഡ് മെച്ചുറേഷൻ ഫേസ്. Is it clear? Then we are going to discuss about the growth rate. What do you mean by growth rate? Increase in growth per unit time is termed as growth rate. Increase in growth per unit time. ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ എത്രത്തോളം ഗ്രോത്ത് നടന്നു അതാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഗ്രോത്ത് റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദ ഗ്രോത്ത് റേറ്റ് മേ ബി അർത്ഥമെറ്റിക് ഓർ ജിയോമെട്രിക്കൽ. 2 ടൈപ്പ് ഗ്രോത്ത് റേറ്റുകളാണുള്ളത്. One is arithmetic growth rate, another one is the geometrical growth rate. So നമ്മൾ ആദ്യം arithmetic growth rate ആണ് പറയുന്നത്. Arithmetic growth rate means in this following mitotic cell division only one daughter cell continues to divide while the other differentiate and mature. ഇവിടെ നോക്കുക, മൈറ്റോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം അതൊരു ഇക്വേഷണൽ ഡിവിഷൻ ആണ് അല്ലേ. അവിടെയുള്ള സെല്ല് ഡിവൈഡ് ചെയ്ത് 2 ഡോട്ടർ സെല്ലുകൾ ഉണ്ടാകും. ആ 2 ഡോട്ടർ സെല്ലുകളിൽ ഒരാൾ മാത്രമാണ് എന്ത് ചെയ്യപ്പെടുന്നത്? ഡിവൈഡ് ചെയ്യുന്നത്. മറ്റേത് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഡിഫറൻഷിയേറ്റ് ചെയ്ത് അത് മെച്ചുവേർഡ് ആയി മാറുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരാൾ മാത്രം ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ മറ്റേ ആള് മെച്ചുവേർഡ് ആയി കഴിഞ്ഞു. ഇനി മെച്ചുവേർഡ് ആയ ആൾ എന്ത് ചെയ്യുന്നില്ല? വീണ്ടും ഡിവൈഡ് ചെയ്യുന്നില്ല. അപ്പൊ അവിടെ ഡിവൈഡ് ചെയ്യുന്ന 2 സെല്ലുകൾ ഫോം ചെയ്തതിൽ ഒരെണ്ണം മെച്ചുവേർഡ് ആയി, മറ്റേത് മാത്രമാണ് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഈ ഒരാൾ ഡിവൈഡ് ചെയ്ത് വീണ്ടും 2 എണ്ണം വന്നു. അതിൽ 2ൽ ഒരെണ്ണം എന്തായി? മെച്ചുവേർഡ് ആയി, മറ്റേത് വീണ്ടും ഡിവൈഡ് ചെയ്തു. ഇങ്ങനെ പോകുന്ന ആ ഒരു പ്രോസസ് ആണ് എന്ത്? അർത്ഥമെറ്റിക് ഗ്രോത്ത് റേറ്റ് കൊണ്ട് അവിടെ നമ്മൾ മീൻ ചെയ്യുന്നത്. One simple example for arithmetic growth rate: root elongation at a constant rate. So on plotting the length of the organ against time, a linear curve is obtained. ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് എത്രത്തോളം ലെങ്ത് ഇൻക്രീസ് ചെയ്തു എന്നുള്ളത് അവിടുത്തെ ടൈമിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് ഒരു ലീനിയർ കർവ് ആയിരിക്കും. ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന സെല്ല് മൈറ്റോസിസിൽ ഏർപ്പെടുകയും അതിൽ ഒരു സെല്ല് മാത്രം വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കറിയാം മൈറ്റോസിസിന്റെ ഭാഗത്ത് 2 എണ്ണം അവിടെ ഫോം ചെയ്യുന്നുണ്ട്. 2ൽ ഒരെണ്ണം മെച്ചുവേർഡ് ആകുന്നുണ്ട് അല്ലെ. ഡിഫറൻഷിയേറ്റ് ചെയ്ത് മെച്ചുവേർഡ് ആകുന്നുണ്ട്. അത് ഫർദർ ഡു നോട്ട് ഡിവൈഡ്. എന്നാൽ അവിടെ മെച്ചുവേർഡ് ആകാത്ത ഒരു സെല്ലുണ്ട്. ആ സെല്ലാണ് വീണ്ടും ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നത്? ഒരു ലീനിയർ കർവ് കിട്ടുന്നത്.
സോ അപ്പോൾ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൽ ടി ഈക്വൽ എൽ സീറോ പ്ലസ് ആർ ടി. എൽ ടി എന്ന് പറയുന്നത് ലെങ്ത് അറ്റ് ടൈം ടി, അതുപോലെ എൽ സീറോ എന്ന് പറഞ്ഞാൽ ലെങ്ത് അറ്റ് ടൈം സീറോ, അതുപോലെ തന്നെ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ ഇലോങ്ങേഷൻ പെർ യൂണിറ്റ് ടൈം. ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ എത്രത്തോളം ഗ്രോത്ത് നടന്നു അല്ലെങ്കിൽ എത്രത്തോളം ഇലോങ്ങേഷൻ നടന്നു, അതാണ് ആർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അർത്തമെറ്റിക് ഗ്രോത്ത് റേറ്റിന്റെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് ഏതെന്ന് പറയുന്നത് എൽ ടി ഈക്വൽ L0 plus RT. Is it clear? Then the next type of growth rate, that is called a geometrical growth rate. ജിയോമെട്രിക്കൽ ഗ്രോത്ത് റേറ്റ്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടെ ഉണ്ടാകുന്ന രണ്ട് ഡോട്ടർ സെല്ലുകളും കണ്ടിന്യൂസ്ലി മൈറ്റോട്ടിക് സെൽ ഡിവിഷനിൽ ഏർപ്പെടുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യത്തതില് രണ്ട് സെല്ലുകൾ ഫോം ചെയ്യുന്നുണ്ട് അല്ലെ, മൈറ്റോസിന്റെ ഭാഗമായിട്ട് രണ്ട് ഡോട്ടർ സെല്ലുകൾ ഫോം ചെയ്യുന്നതിൽ ഒന്ന് മാത്രമായിരുന്നു വീണ്ടും ഡിവൈഡ് ചെയ്തത്, മറ്റേത് എന്ത് ചെയ്തു? ഡിഫറൻഷിയേറ്റ് ചെയ്ത് മെച്ചുവേർഡായി. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് ഫോം ചെയ്യുന്ന രണ്ട് ഡോട്ടർ സെല്ലുകളും വീണ്ടും എന്തിൽ ഏർപ്പെടുന്നു? മൈറ്റോട്ടിക് സെൽ ഡിവിഷനിൽ ഏർപ്പെടുന്നു. മോസ്റ്റ് സിസ്റ്റം ദ ഇനിഷ്യൽ ഗ്രോത്ത് ഈസ് സ്ലോ. നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ജിയോമെട്രിക്കൽ ഗ്രോത്തില് തുടക്കത്തിൽ ആ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് സ്ലോ ആയിരിക്കും, അതിനെ നമ്മൾ ലാഗ് ഫേസ് എന്നാണ് വിളിക്കുന്നത്. പിന്നീട് ഒരു റാപ്പിഡ് ഇൻക്രീസ് ആയിരിക്കും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ലോഗ് ഓർ എക്സ്പോണൻഷ്യൽ ഫേസ്. നോക്കുക, ഇവിടെ തുടക്കത്തിൽ പതുക്കെയായിരുന്നു ആ ഗ്രോത്ത് എങ്കിൽ പിന്നീട് അങ്ങോട്ട് എങ്ങനെയാണ് ഫാസ്റ്റ് ആയിട്ടായിരുന്നു കണ്ടത്. സോ വി ക്യാൻ കോൾ ദ ലാഗ് ഓർ എക്സ്പോണൻഷ്യൽ ഫേസ്. ഇനി ഇഫ് ദ ന്യൂട്രിയൻ സപ്ലൈ ഈസ് ലിമിറ്റഡ്, അവിടുത്തെ ആ സോഴ്സ് എന്ന് പറയുന്ന ആ ഗ്രോത്തിന് ആവശ്യമായ സോഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണെങ്കിൽ ദ ഗ്രോത്ത് ഈസ് സ്ലോ ഡൗൺ ലീഡിംഗ് ടു സ്റ്റേഷനറി ഫേസ്. അത് അതിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ അറ്റൈൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അത് ഏതിലേക്ക് പോകുന്നു? ഒരു കോൺസ്റ്റന്റ് ഫേസിലേക്ക് പോകുന്നു അല്ലെങ്കിൽ സ്റ്റേഷനറി ഫേസിലേക്ക് പോകുന്നു. So if we plot a parameter of geometrical growth against the time, we will get a sigmoid or S-shaped curve. S-shaped തുടക്കത്തിൽ എന്താണ്? ലാഗ് ഫേസ് ആണ്, പിന്നീടുള്ളത് എക്സ്പോണൻഷ്യൽ ഫേസ് ആണ്, ഫൈനലി ദ സ്റ്റേഷനറി ഫേസ്. അതിനർത്ഥം ഇവിടെ ആ ഒരു സപ്ലൈ അല്ലെങ്കിൽ ന്യൂട്രിയൻ സപ്ലൈ ലിമിറ്റഡ് ആയതുകൊണ്ടാണ് അത് ഏതിലേക്ക് വന്നത്? സ്റ്റേഷനറി ഫേസിലേക്ക് വന്നിരിക്കുന്നത്. സോ ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന ആ സിഗ്മോയിഡ് കർവ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ എൻവയോൺമെന്റിൽ ലിവിംഗ് ഓർഗാനിസം ഗ്രോ ചെയ്യുന്നതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചർ ആണ്. ഇറ്റ് ഈസ് എ ടിപ്പിക്കൽ ഫോർ ഓൾ സെൽസ്, ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ് ഓഫ് എ പ്ലാന്റ്. അപ്പോൾ സിഗ്മോയിഡ് കർവ് ഫോം ചെയ്യുന്നത് ജിയോമെട്രിക്കൽ ഗ്രോത്തിലാണ്, അതുപോലെ തന്നെ ലീനിയർ കർവ് ഫോം ചെയ്യുന്നത് അർത്തമെറ്റിക് ഗ്രോത്തിലാണ്. അപ്പോൾ അർത്തമെറ്റിക് ഗ്രോത്തും ജിയോമെട്രിക്കൽ ഗ്രോത്തും എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ദെൻ ഈ പറയുന്ന എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? W1 ഈക്വൽ W0 e റൈസ് ടു RT. അതായത് W1 എന്ന് പറഞ്ഞാൽ ഫൈനൽ സൈസ്, അതായത് വെയിറ്റ്, ഹൈറ്റ്, നമ്പർ എക്സെട്ര. ദെൻ W0 എന്ന് പറയുന്നത് ഇനിഷ്യൽ സൈസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പീരീഡ്. ദെൻ R is the growth rate, here relative growth rate, T is the time of growth, E is the base of natural logarithm. Here R is the relative growth rate. It is also the measure of the ability of a plant to produce new plant material. Hence we can say that the final size W1 depends on the initial size W0. So next we are discussing about the quantitative comparison between the growth of living system can be made in two ways. ഏതൊക്കെയാണ്? One is absolute growth rate, another one is the relative growth rate. What are they? Absolute growth rate and relative growth rate. സോ ഇവിടെ നോക്കുക, എ ആൻഡ് ബി എന്ന് പറയുന്ന ലീഫ് എടുക്കുമ്പോൾ അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് ഡിഫറെന്റ് സൈസ് ആണ്. 1 5 cm², മറ്റേത് 50 cm² ആണ്. But they show exact absolute increase in the area in a given time. Is it? However, one of them has much higher relative growth rate. രണ്ടിന്റെയും സൈസ് വൈസ് എങ്ങനെയാണ്? ഡിഫറെന്റ് സൈസ് ആണ്. എന്നാൽ അവിടെയുള്ള അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണ്? സെയിം ആണ്. 1 day കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ രണ്ട് ലീഫിലും എന്ത് സംഭവിച്ചിട്ടുണ്ട്? ചെറിയൊരു ഗ്രോത്ത് നടന്നിട്ടുണ്ട് അല്ലെ? 5 cm² ഗ്രോത്ത് നടന്നിട്ടുണ്ട് എയിലും ബിയിലും. ലീഫ് എ ആൻഡ് ബി ഹാവ് ഗ്രോൺ 5 cm² in 1 day. Is it? എന്നാൽ ഇവിടെ നോക്കുക, അവിടുത്തെ അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് എ ലീഫിന്റെ എടുക്കുകയാണെങ്കിൽ എത്രയാ കൂടിയിട്ടുള്ളൂ? 5 cm² ആണ്. അതായത് അവിടുത്തെ അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് സെയിം ആണ്. അതിനർത്ഥം അവിടുത്തെ ഇനിഷ്യൽ സൈസ് എന്ന് പറയുന്നത് 5 cm² ആണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റും എത്ര തന്നെയായി വന്നിട്ടുണ്ട്? സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം 5 cm², ഇവിടെയും 5 cm² ആണ് വന്നിരിക്കുന്നത്. എന്നാൽ ലീഫ് ബി എടുക്കുമ്പോൾ അവിടുത്തെ ഇനിഷ്യൽ സൈസ് 50 cm² ആയിരുന്നു. അപ്പോൾ ഈ ഒരു ലീഫ് എ എടുക്കുമ്പോൾ അവിടുത്തെ ലീഫ് എയുടെ അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് സെയിം ആണ്.
റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് എവിടെയാണ് കൂടുതലായിട്ട് വരുന്നത്? എയിലാണ് കൂടുതലായിട്ട് വരുന്നത്. ബിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് എവിടെയാണ് കൂടുതൽ വരുന്നത്? എയിലാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഒരു ലിവിങ് സിസ്റ്റത്തിലെ ഗ്രോത്ത് തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്. ദാറ്റ് ഈസ് അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് ആൻഡ് റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ്. ഈസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് വൺ, ദ കണ്ടീഷൻ ഫോർ ഗ്രോത്ത്. എന്തൊക്കെയാണ് ഒരു ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള നെസസറി കണ്ടീഷൻസുകൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വാട്ടർ, ഓക്സിജൻ, ന്യൂട്രിയൻസ്, ടെമ്പറേച്ചർ, ലൈറ്റ് ആൻഡ് ഗ്രാവിറ്റി അല്ലെ. വാട്ടർ എന്തിനു വേണ്ടിയാണ്? ഫോർ സെൽ എൻലാർജ്മെന്റ്. അതുപോലെ തന്നെ ഓക്സിജൻ, ഇറ്റ് ഹെൽപ്സ് ടു റിലീസ് മെറ്റബോളിക് എനർജി ഫോർ ഗ്രോത്ത്. ന്യൂട്രിയൻസ്, മൈക്രോ എലമെന്റ്സുകൾ ഒരു പ്ലാന്റ്സിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് അത്യാവശ്യമാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു അല്ലെ. മിനറൽ ന്യൂട്രീഷൻ ചാപ്റ്ററിൽ അത് ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ടെമ്പറേച്ചറും എന്തിന് അത്യാവശ്യമാണ്? ഒരു ഗ്രോത്തിന് അത്യാവശ്യമാണ്. പ്ലാന്റ്സ് ഹാവ് ആൻ ഒപ്റ്റിമം ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഗ്രോത്ത് ഈസ് മാക്സിമം. ഡീവിയേഷൻ ഫ്രം ദിസ് റേഞ്ച് ഇൻക്രിമെന്റൽ ടു ഇറ്റ്സ് സർവൈവൽ. ദെൻ ലൈറ്റ് ആൻഡ് ഗ്രാവിറ്റി അഫക്ട് സർട്ടൻ ഫേസസ് ഓർ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളാണ്, ഈ പറഞ്ഞ 5 കാര്യങ്ങൾ എന്തിന് അത്യാവശ്യമാണ്? ഒരു ഗ്രോത്തിന് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ എസെൻഷ്യൽ എലമെന്റുകളാണ് ഒരു ഗ്രോത്തിന് അത്യാവശ്യം വേണ്ട ഫാക്ടറുകളാണ്. എന്തൊക്കെ? വാട്ടർ, ഓക്സിജൻ, ന്യൂട്രിയൻസ്, ടെമ്പറേച്ചർ, ലൈറ്റ് ആൻഡ് ഗ്രാവിറ്റി. Next, here we are discussing about the new terms differentiation, de-differentiation and redifferentiation. What do you mean by differentiation? Differentiation is a process in which the meristem cells and cambium differentiate and mature to perform specific function. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ആ ഒരു സെല്ല് ഏതിലേക്ക് കടക്കുന്നു? മെച്ചുറേഷൻ സ്റ്റേജിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ സെല്ല് ഡിവൈഡ് ചെയ്ത് അത് മെച്ചുറായി ഒരു ഫംഗ്ഷൻ പെർഫോം ചെയ്തിട്ടുണ്ട്. മെച്ചുവേർഡ് സെല്ല് എന്ന് പറയുമ്പോൾ ആ സെല്ല് പിന്നീട് എന്ത് ചെയ്യുന്നില്ല? ഡിവൈഡ് ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ അവിടെ ഒരു ഫംഗ്ഷൻ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇൻ ദിസ് സെൽ വാൾ ആൻഡ് പ്രോട്ടോപ്ലാസം അണ്ടർഗോ സ്ട്രക്ചറൽ ചേഞ്ചസ്, കപ്പാസിറ്റി ഓഫ് സെൽ ഡിവിഷൻ ലോസ്. നോക്കുക, ഈ ഒരു ഡിഫറൻസിയേഷനിൽ എന്ത് സംഭവിച്ചു? സെല്ല് ഡിവൈഡ് ചെയ്ത് അത് മെച്ചുവറായി, പക്ഷേ അവിടുത്തെ എന്ത് നഷ്ടപ്പെട്ടു? സെൽ ഡിവിഷൻ കപ്പാസിറ്റി നഷ്ടപ്പെട്ടു. അത്തരം സെല്ലുകളെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഡിഫറൻഷിയേറ്റഡ് സെല്ലുകൾ എന്നാണ് വിളിക്കുന്നത്. എക്സാമ്പിൾ, ലോസ് ഓഫ് പ്രോട്ടോപ്ലാസം ടു ഫോം എ ട്രക്കിയറി എലമെന്റ്. They also develop very strong elastic lignocellulosic secondary cell wall to carry water to long distance even under extreme tension. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ ഓരോ ചാപ്റ്ററുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യത്തേതാണ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. Next one is the de-differentiation. De-differentiation. What do you mean by de-differentiation? Under certain conditions, living differentiated cell regain the capacity of division. നമ്മൾ നേരത്തെ പറഞ്ഞു, ഡിഫറൻഷിയേറ്റഡ് ആയുള്ള സെല്ല് ഓൾറെഡി അതിന്റെ സെൽ ഡിവിഷൻ കപ്പാസിറ്റി നഷ്ടപ്പെടുത്തി. അങ്ങനെയുള്ള ആ സെല്ലുകൾ സർട്ടൻ കണ്ടീഷനിൽ അതിന്റെ സെൽ ഡിവിഷൻ കപ്പാസിറ്റി റീഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം സെല്ലുകളെ എന്തെന്ന് വിളിക്കും? ഡി-ഡിഫറൻസിയേഷൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഡി-ഡിഫറൻസിയേഷൻ. ഇപ്പൊ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ സെൽ ഡിവൈഡ് ചെയ്ത് മെച്ചുവർഡായി ഡിവൈഡിംഗ് കപ്പാസിറ്റി നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ഡിഫറൻഷിയേറ്റഡ് സെല്ലുകൾ വീണ്ടും ആ ഡിവൈഡിംഗ് കപ്പാസിറ്റി റീഗെയിൻ ചെയ്താൽ അതിനെ എന്തെന്ന് വിളിക്കുന്നു? ഡി-ഡിഫറൻസിയേഷൻ എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ, ഫോർമേഷൻ ഓഫ് മെരിസ്റ്റം, ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം ആൻഡ് കോർട്ടി ക്യാമ്പിയം ഫ്രം ഡിഫറൻഷിയേറ്റഡ് പാരൻകൈമാ സെൽ. നമ്മൾ സെക്കൻഡറി ഗ്രോത്തിലെ പഠിച്ചതാണ്. ആ ഒരു ക്യാമ്പിയൽ റിംഗ് ഫോം ചെയ്യുന്ന സമയത്ത് ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയവും ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയവും. ഓൾറെഡി ക്യാമ്പിയം ഇവിടെ ഓൾറെഡി ഉള്ളതാണ്, എന്നാൽ ഇവിടെയുള്ള പാരൻകൈമാറ്റ സെല്ലുകൾ കിട്ടുന്നുണ്ട്. ഡിവൈഡിംഗ് കപ്പാസിറ്റി ലഭിക്കുകയും അതിന്റെ ഭാഗമായിട്ട് അവിടെ എന്ത് ഫോം ചെയ്യുന്നു? ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം ഫോം ചെയ്തിട്ടാണ് അവിടെ ഒരു റിംഗ് ഫോം ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. That is an example for de-differentiation. Next one is the re-differentiation. എന്താണ് റീഡിഫറൻസിയേഷൻ? റീഡിഫറൻസിയേഷൻ നടക്കുന്നത് എവിടെയാണ്? ഡി-ഡിഫറൻഷിയേറ്റഡ് സെല്ലുകളിലാണ്. ഡി-ഡിഫറൻഷിയേറ്റഡ് സെൽ ക്യാൻ പ്രൊഡ്യൂസ് cells that again lost the capacity to divide but mature to perform specific function. ഇവിടെ റീഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി-ഡിഫറൻസിയേറ്റഡ് സെല്ലുകൾ, അതായത് ആ ഡിവൈഡിംഗ് കപ്പാസിറ്റി നഷ്ടപ്പെട്ട സെല്ലുകൾക്ക് വീണ്ടും എന്ത് കിട്ടി? ഡിവൈഡ് ചെയ്യാനുള്ള കഴിവ് കിട്ടി. അത്തരം സെല്ലുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ഡി-ഡിഫറൻഷിയേറ്റഡ് സെല്ലുകൾ എന്ന് വിളിച്ചത്. ആ ഡി-ഡിഫറൻഷിയേറ്റഡ് സെല്ലുകൾക്ക് വീണ്ടും എന്ത് പറ്റുന്നു? അവിടെ അവരുടെ ഡിവൈഡിംഗ് കപ്പാസിറ്റി നഷ്ടപ്പെടുകയും അത് പിന്നീട് മെച്ചുവേർഡായി അതൊരു സ്പെസിഫിക് ഫംഗ്ഷൻ നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് re-differentiation. എക്സാമ്പിൾ, സെക്കൻഡറി ഫ്ലോയം ആൻഡ് സെക്കൻഡറി സൈലം ഫ്രം ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം. അതുപോലെ തന്നെ സെക്കൻഡറി കോർട്ടെക്സ് ആൻഡ് കോർക്ക് ഫ്രം
കോർക്ക് ക്യാമ്പിയം. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? റീഡിഫറൻഷിയേറ്റഡ് സെല്ലുകൾക്ക് എക്സാമ്പിൾ ആണ്. Is it clear? The next one is plant development. What do you mean by development? എന്താണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? It is the process that includes all changes in the life cycle of an organism from seed germination to senescence. സീഡ് ജെർമിനേഷൻ മുതൽ സെനസൻസ് വരെ ആ ഒരു ഓർഗാനിസത്തിൽ നടക്കുന്ന എല്ലാ ചേഞ്ചുകളെയുമാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡെവലപ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓർ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ദ സം ഓഫ് ഗ്രോത്ത് ആൻഡ് ഡിഫറൻസിയേഷൻ. ഗ്രോത്ത് ആൻഡ് ഡിഫറൻസിയേഷന്റെ ടോട്ടൽ സം ആണ് എന്തെന്ന് പറയുന്നത്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. Plants follow different pathways in response to environment or phases of life to form different kinds of structure. That is called plasticity. Some of the examples for plasticity: heterophyly due to phases of life, heterophyly due to environment. Heterophyly due to phases of life ഇത് കോമൺ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എക്സാമ്പിൾസ് ലൈക്ക് കോട്ടൺ പ്ലാന്റ്, അതുപോലെ തന്നെ കൊറിയാണ്ടർ, അതുപോലെ തന്നെ ലാക്സ്പർ, ഇതുപോലുള്ള പ്ലാന്റുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് the leaves of the juvenile plants and mature plants are different in shape. ഒരു പ്ലാന്റിൽ തന്നെയുള്ള ലീഫിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. അതിന്റെ ആ ഒരു ലൈഫ് സൈക്കിൾ, ആ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജിൽ ഉണ്ടാകുന്ന ചേഞ്ചസുകളാണ്. അതിന്റെ ജുവനൈൽ സ്റ്റേജ്, അവിടെയുള്ള ലീഫിന്റെ സ്ട്രക്ചറിലെ അല്ലെങ്കിൽ ലീഫിന്റെ ഷേപ്പും അതുപോലെ തന്നെ അത് മെച്ചുവേർഡ് ആയി കഴിഞ്ഞാൽ അവിടെയുള്ള ലീഫിന്റെ ഷേപ്പ് തമ്മിലൊരു ഡിഫറൻസ് കാണപ്പെടും. ദാറ്റ് ഈസ് കോൾഡ് ഹെട്രോഫിലി. അല്ലെ, ആ എബിലിറ്റി ആണ് എന്തെന്ന് പറയുന്നത്? പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹെട്രോഫിലി ഡ്യൂ ടു എൻവയോൺമെന്റ്. എക്സാമ്പിൾ ഡിഫറൻസ് ഇൻ ഷേപ്പ് ഓഫ് ലീവ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എയർ ആൻഡ് വാട്ടർ. എക്സാമ്പിൾ ബട്ടർ കപ്പ്. Next one is what are the factors affecting plant development? Here it is intrinsic factors and extrinsic factors. അതായത് ഇന്റേണൽ ഫാക്ടറുകളും എക്സ്റ്റേണൽ ഫാക്ടറുകളും എന്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പ്ലാന്റ് ഡെവലപ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇൻട്രാസെല്ലുലാർ അതായത് ജനറ്റിക് ആയിട്ടുള്ള ഫാക്ടറുകൾ, ഇന്റർസെല്ലുലാർ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ദാറ്റ് ഈസ് ഗ്രോത്ത് ഹോർമോണുകൾ, അതുപോലെ തന്നെ എക്സ്ട്രിൻസിക് ആയിട്ടുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് ലൈറ്റ്, ടെമ്പറേച്ചർ, വാട്ടർ, ഓക്സിജൻ, ന്യൂട്രിയൻസ്. ഇതൊക്കെ എന്തിന്റെ എഫക്ട് ചെയ്യുന്ന ഫാക്ടറുകളാണ്? പ്ലാന്റ് ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലാന്റ് ഡെവലപ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടറുകളാണ്. So here we are going to discuss about the very important topic that is called plant growth regulators or plant hormones or phytohormones. So what is plant growth regulators അല്ലെങ്കിൽ phytohormones? പ്ലാന്റിലെ ഗ്രോത്ത് റേറ്റ് കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് ഒരുപാട് കെമിക്കൽ കോമ്പൗണ്ട്സുകളെ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് കെമിക്കൽ കോമ്പൗണ്ട് നെയിം ഈസ് കോൾഡ് plant growth regulators or plant hormones or phytohormones. Plant growth regulators or the PGR are small simple molecule that regulate plant growth based on the function PGR means plant growth regulators are two groups. One is plant growth promoters and another one is plant growth inhibitors. അപ്പൊ ഏതൊക്കെയാണ് രണ്ട് ടൈപ്പ് പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസുകൾ? ബേസ്ഡ് ഓൺ ദെയർ ഫംഗ്ഷൻ രണ്ട് ഗ്രൂപ്പുകളുണ്ട്. പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടർ അതായത് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സും ഉണ്ട്. പ്ലാന്റ് ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ റിട്ടാർഡ് ചെയ്യുന്ന ഗ്രോത്ത് ഹോർമോൺസുകളുമുണ്ട്. പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ആക്ടിവിറ്റീസ് ലൈക്ക് സെൽ ഡിവിഷൻ, എൻലാർജ്മെന്റ്, ട്രോഫിക് ഗ്രോത്ത്, പാറ്റേൺ ഫോർമേഷൻ, ഫ്ലവറിംഗ്, ഫ്രൂട്ടിംഗ് ആൻഡ് സീഡ് ഫോർമേഷൻ, ഇത്തരത്തിലുള്ള ഫംഗ്ഷനുകൾ നിർവഹിക്കുന്ന പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സുകളെയാണ് നമ്മൾ പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സുകൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ലൈക്ക് ഓക്സിൻ, സൈറ്റോകൈനിൻ, ഗിബറലിൻസ്. The next one is the plant growth inhibitors for growth inhibiting activities like dormancy and abscission, then respond to wounds and stresses of biotic and abiotic origin. Examples like abscisic acid and ethylene. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും 5 ഹോർമോൺസുകളാണ് ഇവിടെ പറയുന്നത്, പ്ലാന്റ് ഹോർമോണുകൾ. അത് ഏതൊക്കെയാണ്? ഓക്സിൻ, സൈറ്റോകൈനിൻ, ഗിബറലിൻ, അബ്സിസിക് ആസിഡ് ആൻഡ് എഥിലിൻ. അതിൽ ഓക്സിൻ, സൈറ്റോകൈനിൻ, ഗിബറലിൻ ഇത് മൂന്നും എന്താണ്? ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഹോർമോൺ ആണ്. അബ്സിസിക് ആസിഡ് ആൻഡ് എഥിലിൻ എന്താണ്? ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ഹോർമോണുകളാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഈ 5 എണ്ണത്തിലെ ഗ്യാഷ്യസ് ഹോർമോൺസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? എഥിലീൻ ആണ്. ഗ്യാഷ്യസ് ഹോർമോൺസ് ആണ് ഏത്? എഥിലീൻ. ഇനി ഈ ഓരോ ഹോർമോണുകളും അതിന്റെ ഫംഗ്ഷനുമാണ് നമ്മൾ ഇനി ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഓക്സിൻ.
The word auxin is coming from the Greek term which means to grow. So the Charles Darwin and his son Francis Darwin observed that the coleoptile of canary grass respond to unilateral illumination by growing towards the light source, that is the phototropism. അതായത് ലൈറ്റിനെ റെസ്പോണ്ട് ചെയ്തുകൊണ്ട്, ലൈറ്റ് എന്ന് പറയുന്ന സ്റ്റിമുലയ്ക്ക് അനുസരിച്ച് കൊണ്ടൊരു പ്ലാന്റ് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഫോട്ടോട്രോഫിസം എന്ന് വിളിക്കുന്നത്. നമ്മൾ ട്രോഫിക് മൂവ്മെന്റുകളെയൊക്കെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റിമുലൈ ലൈറ്റ് ആണ്. അപ്പോൾ എങ്ങോട്ടെന്നാണോ ലൈറ്റ് വരുന്നത് അങ്ങോട്ടേക്കായിരിക്കും പ്ലാന്റ് ബെൻഡ് ചെയ്ത് ഗ്രോ ചെയ്യുന്നത്. അത് ആദ്യമായി ഒബ്സർവ് ചെയ്തത് ചാൾസ് ഡാർവിനും ഫ്രാൻസിസ് ഡാർവിനും കൂടിയായിരുന്നു. അതിൽ നിന്ന് അവർ കൺക്ലൂഡ് ചെയ്തത് ആ ഒരു കൊളിയോപ്റ്റൈലിന്റെ ടിപ്പില് അതിനെ ബെൻഡ് ചെയ്യിക്കാൻ കാരണമായിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് അവിടെ ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. പിന്നീട് FW വെന്റ് ആണ് ഓക്സിൻ ഈ പറയുന്ന കൊളിയോപ്റ്റൈൽസ് ഓട്ട് സീഡ്ലിംഗ്സിന്റെ കൊളിയോപ്റ്റൈലിന്റെ ടിപ്പിൽ നിന്ന് ഓക്സിൻ ഐസൊലേറ്റ് ചെയ്തെടുത്തത് ആരാണ്? FW വെന്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. നിങ്ങൾക്കറിയാം, ഒരു പ്ലാന്റിന്റെ ടിപ്പില് ഇപ്പൊ ലൈറ്റ് ഇവിടെ നിന്നാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പറയുന്ന പ്ലാന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്തിന്റെ പ്രൊഡക്ഷൻ കൂടുതൽ? ഓക്സിൻ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കൂടുതൽ. അതുകൊണ്ടാണ് ആ ഒരു പ്ലാന്റ് ലൈറ്റിന് നേരെ ടുവേഴ്സ് ദ ലൈറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, അങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്യുന്നത്. Okay, auxins are produced by the growing apices of stem, root, from where they migrate to region of their action. അപ്പോൾ auxin കാണപ്പെടുന്നത് എവിടെയൊക്കെയാണ്? റൂട്ട് അപെക്സ്, ഷൂട്ട് അപെക്സ് പോലുള്ള ഭാഗത്തൊക്കെയാണ്. Auxin was first isolated from the human urine. ഇനി അടുത്തത് ഓക്സിന്റെ ടൈപ്പുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നാച്ചുറൽ ടൈപ്പ് ഓക്സിനുകളുമുണ്ട്, ആർട്ടിഫിഷ്യൽ ടൈപ്പ് ഓർ സിന്തറ്റിക് ടൈപ്പ് ഓക്സിനുകളുമുണ്ട്. നാച്ചുറൽ ഓക്സിനുകൾക്ക് എക്സാമ്പിൾ ആണ് IAA ആൻഡ് IBA, അതായത് ഇൻഡോൾ 3 അസറ്റിക് ആസിഡ്, അതുപോലെ തന്നെ ഇൻഡോൾ ബ്യൂട്ടാറിക് ആസിഡുകൾ. ഇത് രണ്ടും നാച്ചുറൽ ഓക്സിനുകളാണ്. ദേ ആർ ഐസൊലേറ്റഡ് ഫ്രം ദ പ്ലാന്റ്സ്. പ്ലാന്റ്സുകളിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ടുള്ള നാച്ചുറൽ ഓക്സിനുകൾക്ക് എക്സാമ്പിൾ ആണ് ഏതൊക്കെ? ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ IAA ആൻഡ് ഇൻഡോൾ ബ്യൂട്ടാറിക് ആസിഡ് അല്ലെങ്കിൽ IBA. ഇനി അതുപോലെ തന്നെ സിന്തറ്റിക് ആയിട്ടുള്ള ഓക്സിനുകളുമുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് NAA ആൻഡ് 2,4-D. NAA naphthalene acetic acid and 2,4-D 2,4-dichlorophenoxyacetic acid. അപ്പോൾ ഏതൊക്കെയാണ് സിന്തറ്റിക് ഓക്സിനുകൾക്ക് എക്സാമ്പിൾ? NAA ആൻഡ് 2,4-D. NAA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നാഫ്തലീൻ അസറ്റിക് ആസിഡ്. 2,4-D എന്ന് പറഞ്ഞാൽ 2,4-dichlorophenoxyacetic ആസിഡ്. അതിന്റെ സ്ട്രക്ചർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഓക്സിന്റെ ഫംഗ്ഷനുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വൺ ബൈ വൺ ആയിട്ട്. To initiate rooting in stem cutting for plant propagation. നമ്മൾ പ്ലാന്റ് പ്രൊപ്പഗേഷനിലെ ഒരുപാട് ടെക്നിക്കുകൾ പഠിച്ചിട്ടുണ്ട്. കട്ടിംഗ്, ലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. It means that particular auxin is help to promote the growth. Is it? റൂട്ട് ഇനിഷിയേഷന് ഓക്സിൻ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, പ്രൊമോട്ട് ഫ്ലവറിംഗ്. ഫ്ലവറിംഗ് നടത്താനായിട്ടും അതുപോലെ തന്നെ എന്ത് സഹായിക്കുന്നുണ്ട്? ഓക്സിൻ സഹായിക്കുന്നുണ്ട്. എക്സാമ്പിൾ പൈനാപ്പിൾസ്. ദെൻ പൈനാപ്പിളുകളിലൊക്കെ ഫ്ലവറിങ്ങിന് ഓക്സിൻ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്, ആ ഒരു ഫ്ലവറിംഗ് നടത്താനായിട്ട്. അതുപോലെ തന്നെ ടു പ്രിവെന്റ് ഫ്രൂട്ട് ആൻഡ് ലീഫ് ഡ്രോപ്പ് അറ്റ് ഏർലി സ്റ്റേജസ്. നമ്മൾ പറയാറില്ലേ, ഏർലി സ്റ്റേജിൽ തന്നെ അത് മെച്ചൂർഡ് ആകുന്നതിന് മുമ്പ് കൊഴിഞ്ഞു പോകാതിരിക്കാനും എന്ത് സഹായിക്കുന്നുണ്ട്? ഓക്സിൻ സഹായിക്കുന്നുണ്ട്. ടു പ്രൊമോട്ട് ദ അബ്സിഷൻ ഓഫ് ഓൾഡർ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്. അബ്സിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ഡിറ്റാച്ച്മെന്റ് ഓഫ് പാർട്സ് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിന്റെ പാർട്സുകൾ നാച്ചുറൽ ആയിട്ട് അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തു പോകുന്നതിനായിട്ട് പ്രൊമോട്ട് ചെയ്യിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് അബ്സിഷൻ. അപ്പോൾ ഓൾഡർ ലീവ്സും ഫ്രൂട്ട്സും ആ പ്ലാന്റിൽ നിന്ന് നാച്ചുറൽ ആയിട്ട് ഡിറ്റാച്ച് ചെയ്തു പോകുന്നതിനും ഓക്സിൻ പ്രൊമോട്ട് ചെയ്യിക്കുന്നുണ്ട്. അടുത്തതാണ് ഇൻഡ്യൂസ് പാർത്തനോകാർപ്പി. എക്സാമ്പിൾ ഇൻ ടൊമാറ്റോ. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഒരു പ്ലാന്റിൽ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ടുകൾ എന്നാണ് വിളിക്കുന്നത്. ഫ്രൂട്ട് ഫോർമേഷൻ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, ദാറ്റ് ഈസ് കോൾഡ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. അത്തരം ഫ്രൂട്ടുകൾക്ക് ഒരു പ്രത്യേകത സീഡ്ലെസ് ഫ്രൂട്ടുകളായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ടൊമാറ്റോ. അപ്പോൾ ഇൻഡ്യൂസ് പാർത്തനോകാർപ്പി അതൊരു ഓക്സിന്റെ ഫംഗ്ഷൻ ആണ്. ദേ ആർ യൂസ്ഡ് ആസ് എ ഹെർബിസൈഡ്. ഈ ഓക്സിനുകൾ ഹെർബിസൈഡുകളായിട്ട് ഉപയോഗിക്കാറുണ്ട്. വൺ ഓഫ് ദ എക്സാമ്പിൾ 2,4-D. എന്താണ് 2,4-D? നേരത്തെ പറഞ്ഞത് 2,4-dichlorophenoxyacetic acid, that is called 2,4-D. It
ഇതൊരു വീഡിസൈഡ് ആയിട്ട് ഉപയോഗിക്കാൻ, അതായത് നമ്മുടെ വീടുകളെ, അതായത് കളകളെയൊക്കെ നശിപ്പിക്കാനായിട്ട്, കിൽ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ 2,4-D ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഡസ് നോട്ട് അഫക്ട് മോണോകോട്ട് പ്ലാന്റ്സ്, ഓൺലി ദ ഡൈകോട്ട് വീഡ്സ്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിപ്പയർ വീഡ് ഫ്രീ ലോൺസ്. നമ്മൾ പുൽമൈതാനമൊക്കെ ഉണ്ടാക്കാറില്ലേ, അപ്പോൾ അവിടെ കളകളില്ലാതെയുള്ള ലോൺസ് ക്രിയേറ്റ് ചെയ്യിക്കാനായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള ഓക്സിൻസ് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഓക്സിൻ ആണ്, ഒരു ഫംഗ്ഷൻ ആണ്. കൺട്രോൾ സൈലന്റ് ഡിഫറൻസിയേഷൻ ആൻഡ് ഹെൽപ്സ് ഇൻ സെൽ ഡിവിഷൻ. സെൽ ഡിവിഷനെ സഹായിക്കുന്ന ഒരു ഹോർമോൺ കൂടിയാണ് ഇത് ഓക്സിൻ എന്ന് പറയുന്നത്. ഓക്സിന്റെ വേറൊരു ഫംഗ്ഷൻ ആണ് എപ്പിക്കൽ ഡോമിനൻസ്. എപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാന്റിൽ എപ്പിക്കൽ പാർട്ടിൽ ഒരു ബഡ് ഉണ്ടെങ്കിൽ, എപ്പെക്സിൽ ഒരു ബഡ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ആ ബഡ് അത് അങ്ങനെ ഗ്രോ ചെയ്തു പോകും. കാരണം അവിടെയാണ് മെരിസ്റ്റം ഉള്ളത്. സ്വാഭാവികമായിട്ടും അത് എന്തിന്റെ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യും? ലാറ്ററൽ ഗ്രോത്തിനെ, അല്ലെ, ലാറ്ററൽ സൈഡിൽ നിന്നുള്ള ബ്രാഞ്ചുകൾ വരുന്നതിനെ അത് പ്രിവെന്റ് ചെയ്യും. അപ്പോൾ എപ്പിക്കൽ ഡൊമിനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോയിങ് എപ്പിക്കൽ ബഡ് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ലാറ്ററൽ ബഡ്. അതായത് ഈ പറയുന്ന ലാറ്ററൽ ബഡ് ഗ്രോ ചെയ്യത്തില്ല എന്തുണ്ടെങ്കിൽ, ഈ പറയുന്ന പാർട്ട് ഉണ്ടെങ്കിൽ. അപ്പൊ എപ്പിക്കൽ ബഡ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് വരത്തുള്ളൂ? ലാറ്ററൽ ബ്രാഞ്ചസുകൾ അവിടെ ഫോം ചെയ്യത്തുള്ളൂ. ഇതാണ് ലാറ്ററൽ ബഡുകൾ, അല്ലെ. ഈ ലാറ്ററൽ ബഡുകൾ, എപ്പിക്കൽ ബഡ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അവിടെ ഗ്രോ ചെയ്യത്തില്ല. എന്നാൽ ഈ ഒരു എപ്പിക്കൽ ബഡ് നമ്മൾ അവിടെ റിമൂവ് ചെയ്താൽ ലാറ്ററൽ ബ്രാഞ്ചസ് ഗ്രോ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് എപ്പിക്കൽ ഡോമിനൻസ്. അപ്പൊ ഓക്സിന്റെ ഒരു ഫംഗ്ഷൻ ആണ് എപ്പിക്കൽ ഡോമിനൻസ്. വാട്ട് ഈസ് എപ്പിക്കൽ ഡോമിനൻസ്? In higher plants, the growing apical bud inhibit the growth of lateral bud. Removal of shoot tips, അതായത് decapitation. നോക്കുക, ഇവിടെ ഇന്ന് ആ ഒരു ഷൂട്ട് ടിപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ഗ്രോ ചെയ്യും? ലാറ്ററൽ ബഡ് ഗ്രോ ചെയ്യും. Process we can apply in tea plantation, hedge making. These are the functions of auxin. Next one is the gibberellins. It is the acidic plant growth regulator, അല്ലെങ്കിൽ ഒരു ഫൈറ്റോ ഹോർമോൺ ആണ്. ഒരു അസിഡിക് ആയിട്ടുള്ള ഫൈറ്റോ ഹോർമോൺ ആണ്. Corrosova treated the sterile filtrate of Gibberella fujicori, a fungus that causes Bacania diseases or foolish seedling in rice, to healthy rice seedlings. Healthy rice seedlings നെ അഫക്ട് ചെയ്യുന്ന ഡിസീസ് ആണ് ഏത്? ബക്കാനിയ ഡിസീസ്. അതിന് കാരണമായിട്ടുള്ള ഫംഗസിന്റെ പേരാണ് ഏത്? ഗിബർല ഫിജിക്കോറ. ഫിജിക്കോറയിൽ നിന്നാണ് ഗിബർലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഹോർമോൺസ് ലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. As a result, it showed the symptoms of Bacania disease. Later, the active substances were identified as gibberellic acid. There are more than 100 gibberellin, GA1, GA2, GA3. ഇതൊക്കെ എന്താണ്? ഗിബർലിക് ആസിഡുകളാണ് in fungi and higher plants. അപ്പോൾ ഇതിലെ ഗിബർലിക് ആസിഡ് GA3 അല്ലെങ്കിൽ ടെർപീൻസ് ആണ് ഫസ്റ്റ് ഡിസ്കവർ ചെയ്തിട്ടുള്ള ഗിബറലിൻസ് എന്ന് പറയുന്നത്. ഏതാണ്? ഗിബർലിക് ആസിഡ് ആയ GA3 ആണ്. ഗിബറലിന്റെ ഫംഗ്ഷൻസുകളാണ് നമ്മൾ പറയുന്നത്. ദേ കോസ് ഇൻക്രീസ് ഇൻ ലെങ്ത് ഓഫ് ആക്സിസ്. ആ ഒരു പ്ലാന്റിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതിനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ഗിബറലിൻ എന്ന് പറയുന്ന ഹോർമോൺ സഹായിക്കുന്നുണ്ട്. സോ ദേ ആർ യൂസ്ഡ് ടു ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ഗ്രേപ്പ് സ്റ്റോക്സ്, ടു ഇലോങ്ങേറ്റ് ആൻഡ് ഇംപ്രൂവ് ദ ഷേപ്പ് ഓഫ് ഫ്രൂട്ട്സ് സച്ച് ആസ് ആപ്പിൾ. ദേ ഡിലേ സെനസെൻസ്. സെനസെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഏജിങ്ങിലേക്ക് പെട്ടെന്ന് അത് പോകുന്നതിൽ നിന്ന് അതിനെ പ്രിവെന്റ് ചെയ്യിക്കുന്നുണ്ട്. സോ ദ ഫ്രൂട്ട്സ് ക്യാൻ ബി ലെഫ്റ്റ് ഓൺ ദ ട്രീ ടു എക്സ്റ്റെൻഡ് ദ മാർക്കറ്റ് പീരീഡ്. The next one, gibberellin is used to speed up malting process in brewing industry. Then another one of the functions, sugarcane stores sugar in stems. Spraying sugarcane crop with the gibberellin increase the length of the stem. ഷുഗർ കെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെമ്മിൽ ഷുഗർ സ്റ്റോർ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഷുഗർ കെയിൻ ക്രോപ്പോടൊപ്പം ഗിബറലിൻ കൂടി നമ്മൾ അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന സ്റ്റെമ്മിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യിക്കുന്നതിനായിട്ട് സഹായിക്കുന്നുണ്ട്. എന്ത്? ഗിബറലിൻ. It increases the yield by as much as 20 tons per acre. Then spraying juvenile conifers with the gibberellin hasten the maturity period. It leads the early seed production. നമ്മൾ ഈ പറയുന്ന കോണിഫേഴ്സ് പോലുള്ള ചെറിയ കോണിഫേഴ്സുകളിൽ ജുവനൈൽ സ്റ്റേജിൽ തന്നെ ഈ പറയുന്ന ഗിബറലിൻസുകളെ സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് എന്താകുന്നുണ്ട്? മെച്യൂർ ആകുന്നുണ്ട്. ഹാസ്റ്റൺ എന്ന് പറഞ്ഞാൽ സ്പീഡ് അപ്പ് ചെയ്യുന്നുണ്ട് അതിന്റെ മെച്യൂരിറ്റി പീരീഡ്. അങ്ങനെ അത് ഏർലി സീഡ് പ്രൊഡക്ഷന് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. The next one is the for bolting. What do you mean by bolting? Bolting എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർനോഡ് ഇലോങ്ങേഷൻ ജസ്റ്റ് prior to flowering. ഫ്ലവറിങ്ങിന് ജസ്റ്റ് മുമ്പായിട്ട് ഇന്റർനോഡ് ഇലോങ്ങേറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ബോൾട്ടിംഗ്. എക്സാമ്പിൾ ബീറ്റ്, അതുപോലെ ക്യാബേജ്, അതുപോലെ തന്നെ മെനി പ്ലാന്റ്സ് വിത്ത് റോസെറ്റ് ഹാബിറ്റ്. റോസെറ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ, ആ ഒരു ക്യാബേജിന്റെ ഷേപ്പില്ലേ, അതിനെയാണ് റോസെറ്റ് ഹാബിറ്റ്. ആ ഒരു ഹാബിറ്റിലുള്ള
പ്ലാന്റുകളിലൊക്കെ ബോൾട്ടിങ്ങിന് എന്ത് സഹായിക്കുന്നുണ്ട്? ഗിബർലിൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ബോൾട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇന്റർനോഡ് ഇലോങ്ങേഷൻ ജസ്റ്റ് പ്രയോർ ടു ഫ്ലവറിംഗ്. അപ്പൊ ഇതിനൊക്കെ ആയിട്ട് ഗിബർലിൻ എന്ന് പറയുന്ന ഹോർമോൺസ് സഹായിക്കാറുണ്ട്. നോക്കുക, ഇതാണ് റോസെറ്റ് എന്ന് പറയുന്ന ഹാബിറ്റ്. ഓക്കെ, then next one is the cytokinin, another one of the growth promoter hormone that is called cytokinin. So നമ്മൾ പറയാൻ പോകുന്നത് സൈറ്റോകൈനിന്റെ ഡിസ്കവറി ആണ്. എഫ് സ്കൂഗ് ആൻഡ് കോവർക്കേഴ്സ് observed that from internodal segments of tobacco stems, the callus, that is the mass of undifferentiated cells. The next year we will discuss about that. The proliferated only if the nutrients medium was supplemented with the extract of vascular tissue, yeast extract, coconut milk or DNA. അപ്പോൾ ഈ coconut വാട്ടറിലൊക്കെ ഉള്ളത് എന്താണ്? യഥാർത്ഥത്തിലെ സൈറ്റോകൈനിൻ ഹോർമോൺസുകളാണ്. So Cook and Miller later identified and crystallized the active substance and termed as കൈനറ്റിൻ. അതിലുള്ള ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്താണെന്ന് ആര് കണ്ടെത്തി? സ്കൂഗും മില്ലറും കൂടി കണ്ടെത്തി. അതിന്റെ പേരാണെന്ത്? കൈനറ്റിൻ. കൈനറ്റിൻ എന്ന് പറയുന്നത് സൈറ്റോകൈനിൻസ് തന്നെയാണ്. സൈറ്റോകൈനിൻ were discovered as kynectin, N6-phosphorlaminopurin, and adenine derivative from the autoclaved herring sperm DNA. Kynectin does not occur naturally in plants. നോക്കുക, ഈ കാണുന്നത് തേങ്ങാവെള്ളത്തിലൊക്കെ ഉള്ളത് യഥാർത്ഥത്തിൽ എന്താണ്? സൈറ്റോകൈനിൻ ആണ്. ഓക്കെ, ഇനി ഈ സൈറ്റോകൈനിന്റെ വേറൊരു ടേം ആണ് സിയാറ്റിൻ എന്ന് പറയുന്നത്. ഫ്രം കോൺ കേർണൽസ് ആൻഡ് കോക്കനട്ട് മിൽക്ക് ഈസ് ദ നാച്ചുറൽ സബ്സ്റ്റൻസസ് വിത്ത് സൈറ്റോകൈൻ ലൈക്ക് ആക്ടിവിറ്റി. സൈറ്റോകൈനിന്റെ അതേ ഫംഗ്ഷൻസുകൾ കാണിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് സിയാറ്റിൻ. അപ്പോൾ സിയാറ്റിൻ എന്താണ്? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സൈറ്റോകൈനിൻ. There are some synthetic compounds with the cell division promoting activity. Natural cytokinins are synthesized in regions of rapid cell division, root epices, shoot buds, young fruits, etc. അപ്പോൾ സൈറ്റോകൈനിനും സെൽ ഡിവിഷൻ ഒക്കെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. Okay, the next functions regarding to the cytokinin, they play a role in cytokinesis. Cytokinesis എന്ന് പറഞ്ഞാൽ എന്താണ്? സൈറ്റോപ്ലാസ്മിക് ഡിവിഷന് സഹായിക്കുന്നുണ്ട്. They help to produce new leaves, chloroplast in leaves, lateral shoot growth and adventitious shoot formation. ഇതിനൊക്കെ എന്ത് സഹായിക്കുന്നുണ്ട്? സൈറ്റോകൈനിൻ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ they help overcome the apical dominance. Help overcome the apical dominance. Apical dominance എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എപ്പിക്കൽ ബഡ്, ലാറ്ററൽ ബഡുകളുടെ ഗ്രോത്തിനെ എന്ത് ചെയ്യുന്നു? ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതാണ് എപ്പിക്കൽ ഡോമിനൻസ്. അപ്പോൾ ഈ പറയുന്ന സൈറ്റോകൈനിൻ പറയുന്ന എപ്പിക്കൽ ഡോമിനൻസിനെ ഓവർകം ചെയ്യാനായിട്ട് സഹായിക്കുന്നു. They promote nutrient mobilization which helps in the delay of leaf senescence. The next one is the ethylene. It is the gaseous hormone. It acts as a growth inhibitor. ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യിക്കുന്ന ഒരു ഗ്യാഷ്യസ് ഹോർമോണാണ് എഥിലീൻ. Cousins confirm the release of a volatile substance from ripened orange that hasten the ripening of stored banana. അപ്പോൾ ഈ പറയുന്ന ബനാന റൈപ്പൻ ചെയ്യാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒരു വോളറ്റൈൽ സബ്സ്റ്റൻസ് ആണ് എന്ത്? എഥിലീൻ എന്ന് പറയുന്നത്. അതായത് ഫ്രൂട്ട് റൈപ്പനിങ് ആണ് അവിടുത്തെ ഒരു മെയിൻ ഫംഗ്ഷൻ. ലേറ്റർ ദിസ് സബ്സ്റ്റൻസ് വാസ് ഐഡന്റിഫൈഡ് ആസ് എഥിലീൻ. അതെന്താണെന്ന് കണ്ടെത്തി? എഥിലീൻ ആണെന്ന് കണ്ടെത്തി. ഇതൊരു സിമ്പിൾ ഗ്യാഷ്യസ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആണ്. ഇറ്റ് ഈസ് സിന്തസൈസ്ഡ് in large amount by tissues undergoing senescence and ripening fruit. What are the functions of ethylene? It influences the horizontal growth of seedlings, swelling of axis and apical hook formation in dicot seedlings. അതുപോലെ തന്നെ it promotes senescence and abscission of plant organ, especially of leaves and flowers. Abscission എന്താണ്? Abscission എന്ന് പറഞ്ഞാൽ natural detachment of plant parts or organ. അതാണ് abscission എന്ന് പറയുന്നത്. എന്നാൽ ഈ പറയുന്ന abscissionനെയും senescenceനെയും പ്രൊമോട്ട് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ അതെന്താകുന്നു? മെച്ചറായി കൊഴിഞ്ഞു പോകുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ it promotes fruit ripening. ഫ്രൂട്ട് പെട്ടെന്ന് പഴുക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. It enhances the respiration rate during fruit ripening. This is called respiratory climactic. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? respiratory climactic. അതുപോലെ തന്നെ it breaks seed and bud dormancy. സീഡ് ആൻഡ് ബഡ് ഡോർമൻസി, നമ്മൾ ഡോർമൻസി പീരീഡ് പഠിച്ചിട്ടുണ്ട്, അതായത് റെസ്റ്റ് സ്റ്റേജ് അല്ലേ. ആ സീഡ് ഡോർമൻസി ബ്രേക്ക് ചെയ്യുന്നതിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനിഷിയേറ്റ് ജെർമിനേഷൻ ഇൻ ദ പീനട്ട് സീഡ്, സ്പ്രൂട്ടിംഗ് ഓഫ് പൊട്ടറ്റോ ട്യൂബേഴ്സ്. ഈ എഥിലീൻ ആക്ച്വലി നമ്മളിപ്പോൾ ഇൻഹിബിറ്റർ ഗ്രൂപ്പിലാണ് പെടുത്തിയെങ്കിലും ചില കേസുകളിൽ അത് ഗ്രോത്ത് പ്രൊമോട്ടും ചെയ്യിക്കുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്യുക. എഥിലീനെ നമ്മൾ രണ്ട് കാറ്റഗറിയിലായിട്ട് ഇടാം, ഗ്രോത്ത് പ്രൊമോട്ടർ, ഇൻഹിബിറ്റർ. എന്നാൽ കൂടുതലായിട്ടും അത് ഇൻഹിബിറ്റർ ക്യാരക്ടറുകളാണ് കാണിക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് promote rapid internode or petiole elongation in deep water rice plants. It helps leaves or upper parts of the shoot to remain above water. അതുപോലെ തന്നെ promote root growth and root hair formation. This increases absorption surface,
used to initiate flowering and for synchronizing the fruit set in pineapples. It also induces flowering in mango. അതുപോലെ തന്നെ it is widely used in agriculture. അപ്പോൾ എഥിലീനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എഥിലീൻ ഫിറ്റ്സ് ഐദർ ഓഫ് ദ ഗ്രൂപ്പ്സ് ബട്ട് ഇറ്റ് ഈസ് ലാർജർ എ ഗ്രോത്ത് ഇൻഹിബിറ്റർ. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ചില ഫംഗ്ഷൻസുകൾ നമ്മൾ പറയുമ്പോൾ അതിൽ ഗ്രോത്ത് പ്രൊമോട്ടറിന്റെ ഫംഗ്ഷൻസുകൾ പറയുന്നുണ്ട്, ചിലത് ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ഫംഗ്ഷൻസുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഥിലീനെ ഈ രണ്ട് ഗ്രൂപ്പിൽ നമുക്ക് പെടുത്താവുന്നതാണ്. ഇറ്റ് ഈസ് എ ഗ്യാഷ്യസ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സോഴ്സ് ഓഫ് എഥിലീൻ ദാറ്റ് ഈസ് കോൾഡ് എത്തിഫോൺ. എന്താണ് എത്തിഫോൺ എന്ന് പറയുന്നതും ഒരു എഥിലീൻ പ്രൊഡക്റ്റ് തന്നെയാണ്. അത് ഒരു aqueous solution ആണ്, readily absorbed and transported within the plant and release ethylene slowly. Functions of ethiophoon എന്ത് തന്നെയാണ്? എഥിലീന്റെ ഫംഗ്ഷൻസുകൾ തന്നെയാണ്. hasten fruit ripening, അതായത് ഫ്രൂട്ട് റൈപ്പനിങ് സ്പീഡ് അപ്പ് ആക്കുന്നു. ടൊമാറ്റോയിലും ആപ്പിൾസിലും അതുപോലെ തന്നെ ആക്സലറേഷൻ ഓഫ് അബ്സിഷൻ ഇൻ ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്, പെട്ടെന്ന് തന്നെ ഫ്ലവറുകൾ അതിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നതിന് കാരണമാകുന്നു. ഇറ്റ് പ്രൊമോട്ട് ഫീമെയിൽ ഫ്ലവേഴ്സ് ഇൻ കുക്കുംബർ thereby increasing the yield. അപ്പോൾ ഇതൊക്കെയാണ് എന്തിന്റെ ഫംഗ്ഷൻ? എത്തിയോഫോണിന്റെ ഫംഗ്ഷൻ. എത്തിയോഫോൺ എന്ന് പറയുന്നത് ഒരു എഥിലീൻ തന്നെയാണ്. Then next one is the abscisic acid. എന്താണ് അബ്സിസിക് ആസിഡ്? അബ്സിസിക് ആസിഡും ഒരു ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ്. During mid-1960s, it was reported three kind of inhibitor B, abscissing 2 and dormin. They were chemically identical and now known as abscisic acid. അപ്പോൾ നമുക്ക് abscisic acid എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി. abscisic acid എന്ന് പറയുന്നത് കരോട്ടിനോയിഡിന്റെ ഡെറിവേറ്റീവ്സ് ആണ് abscisic acid അല്ലെങ്കിൽ ABA എന്ന പേരിൽ അറിയപ്പെടുന്നത്. It regulate abscission and dormancy. abscission എന്താണ്, dormancy എന്താണെന്ന് പറഞ്ഞു തന്നു അല്ലേ? അബ്സിഷൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഡിറ്റാച്ച്മെന്റ് ഓഫ് പ്ലാന്റ് പാർട്സ് ഓർ ഓർഗൻ. ദെൻ ഡോർമൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇനാക്റ്റീവ് സ്റ്റേജ് ഓഫ് സീഡ്. അതാണ് ഡോർമൻസി ഓഫ് സീഡ് എന്ന് നമ്മൾ പഠിക്കുന്നത് അല്ലേ? ആ സീഡ് അതിന്റെ ഡോർമൻസി ബ്രേക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ നെസസറി ആയിട്ടുള്ള കണ്ടീഷൻസുകൾ അവൈലബിൾ ആകണം. അപ്പോൾ ഈ പറയുന്ന abscisic acid എന്താ ചെയ്യുന്നത്? It regulate abscission and dormancy. Functions എന്തൊക്കെയാണ്? It act as an inhibitor of plant growth and metabolism. അതുപോലെ തന്നെ it inhibits seed germination. seed germination inhibit ചെയ്യിക്കുന്നു. It stimulate closure of stomata in the epidermis. So another one of the function, it increases the tolerance of plants to various kind of stresses. Therefore it is also called the stress hormone. അപ്പോൾ stress hormone എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന plant growth regulator ഏതാണ്? abscisic acid ആണ്. It has an important role in seed development, maturation and dormancy. Seed dormancy by ABA helps to withstand desiccation and other factors unfavorable for growth. Another one of the function regarding to the abscisic acid, it acts as an antagonist to gibberellic acid. Next one, the factors influencing the action of PGR or plant growth regulators. Same like intrinsic factor and extrinsic factor. Intrinsic factor, that is the genetic factor or genomic control. Extrinsic factors like the light and temperature. ഇതൊക്കെ PGR ന്റെ ഫംഗ്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറുകളാണ്. The next one is the role of light and temperature on flowering. നമ്മൾ പറഞ്ഞല്ലോ രണ്ട് ഫാക്ടറുകളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആ രണ്ട് ഫാക്ടറുകൾ ഫ്ലവറിംഗിൽ എങ്ങനെയാണ് അത് സഹായിക്കുന്നതെന്നാണ് നമ്മൾ നെക്സ്റ്റ് കൺസെപ്റ്റ് പഠിക്കാൻ പോകുന്നത്. Based on that concept, we are going to discuss about the photoperiodism. What do you mean by photoperiodism? The flowering response of plants to the relative duration of day and night time, that is termed as photoperiodism. It is the response of plants to period of day and night. Some plants require light to induce flowering. Flowering എന്ത് ആവശ്യമാണ്? ലൈറ്റ് ആവശ്യമാണ്. Based on the light duration, plants are three groups. മൂന്ന് ഗ്രൂപ്പുകളിലായിട്ട് നമ്മൾ അതിനെ തരംതിരിച്ചിട്ടുണ്ട്. ലോങ് ഡേ പ്ലാന്റ്സ്, ഷോർട്ട് ഡേ പ്ലാന്റ്സ്, ഡേ ന്യൂട്രൽ പ്ലാന്റ്സ്. അതായത് LDP, SDP and DNP. ലോങ് ഡേ പ്ലാന്റ്സ്, ഷോർട്ട് ഡേ പ്ലാന്റ്സ് ആൻഡ് ഡേ ന്യൂട്രൽ പ്ലാന്റ്സ്. അപ്പോൾ ഇവിടെ ഫോട്ടോ പീരിയോഡിസത്തിൽ ഒരു ഫോട്ടോ പീരീഡ് എന്ന് പറയുന്ന ഒരു ടേം വന്നിട്ടുണ്ട് അല്ലെ? ഇപ്പൊ ഈ ഫോട്ടോ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? The day length is referred to as photo period or the critical duration. ഇപ്പോൾ ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഡേയുടെയും അതുപോലെ തന്നെ ഡാർക്കിന്റെയും നമുക്ക് പറയാം അല്ലെ? 12 hours ഡേ ഡ്യൂറേഷനും 12 hours ഡാർക്ക് ഡ്യൂറേഷനും. അതാണ് ക്രിട്ടിക്കൽ ഡേ ആൻഡ് നൈറ്റ് ലെങ്ത് എന്ന് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് ടൈപ്പ് പ്ലാന്റ്സുകളെ നമ്മൾ പറയുന്നത്. ലോങ് ഡേ പ്ലാന്റ്സ്, ഷോർട്ട് ഡേ പ്ലാന്റ്സ് ആൻഡ് ഡേ ന്യൂട്രൽ പ്ലാന്റ്സ്.
ലോങ് ഡേ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അത്തരം പ്ലാന്റ്സുകളുടെ ഫ്ലവറിങ്ങിന് ഡേ ലെങ്ത് കൂടുതലായിരിക്കണം. എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ ഓഫ് നൈറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡേ ലെങ്ത് കൂടുതലായിരിക്കണം. ഇപ്പൊ നമ്മൾ പറഞ്ഞു 12 hours ഡേ, 12 hours നൈറ്റ്, ദാറ്റ് ഈസ് ദ ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ. ഇപ്പൊ ലോങ് ഡേ പ്ലാന്റ്സുകളിൽ അവിടുത്തെ ഡേ ഡ്യൂറേഷൻ നൈറ്റ് ഡ്യൂറേഷനേക്കാൾ കൂടുതലായിട്ട് വരണം. അതിനെയാണ് ലോങ് ഡേ പ്ലാന്റ്സ്, അല്ലെങ്കിൽ നമുക്ക് വേറൊരു പേരിൽ അറിയപ്പെടുമല്ലോ ലോങ് ഡേ പ്ലാന്റ്സിനെ ഷോർട്ട് നൈറ്റ് പ്ലാന്റ്സ് അല്ലെ. ഡേ ലെങ്ത് കൂടുതലാണെങ്കിൽ നൈറ്റ് ലെങ്ത് കുറവല്ലേ, അതുകൊണ്ട് തന്നെ ലോങ് ഡേ പ്ലാന്റ്സിനെ എന്തെന്ന് പറയാം, ഷോർട്ട് നൈറ്റ് പ്ലാന്റ്സ് എന്ന് പറയാം. അടുത്ത ഷോർട്ട് ഡേ പ്ലാന്റ്സ് ആണ്. ഷോർട്ട് ഡേ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, റിക്വയർഡ് എക്സ്പോഷർ ടു ലൈറ്റ് ഫോർ എ പീരീഡ് ലെസ് ദാൻ ദ ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ ബിഫോർ ദ ഫ്ലവറിംഗ് ഈസ് ഇനിഷ്യേറ്റഡ് ഇൻ ദം. അപ്പോൾ ഇത്തരം പ്ലാന്റുകളുടെ ഫ്ലവറിങ്ങിന് എന്താവശ്യമാണ്, നൈറ്റ് ലെങ്ത് കൂടുതലായിട്ട് വേണം. അപ്പൊ ഡേ ലെങ്ത് കുറവായിരിക്കും അല്ലെ. അതുകൊണ്ടാണ് ഷോർട്ട് ഡേ പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നത്. ഷോർട്ട് ഡേ പ്ലാന്റ്സിന്റെ വേറൊരു ടേം ആണ് എന്ത്, ലോങ് നൈറ്റ് പ്ലാന്റ്സ്. അപ്പൊ ഡേ ലെങ്ത് കുറവും നൈറ്റ് ലെങ്ത് കൂടുതലുമായിട്ട് വരുന്ന ഒരു കണ്ടീഷനിലുള്ള പ്ലാന്റ്സുകളാണ് ഇത് ഷോർട്ട് ഡേ പ്ലാന്റ്സുകൾ എന്ന് പറയുന്നത്. Then another one is the day neutral plants. What do you mean by day neutral plants? They have no correlation between exposure to light, duration and induction of flowering. That is called a day neutral plants or DN. In our day neutral plantകളിൽ flowering after vegetative maturity. Once the plant is matured, vegetatively matured, എന്ത് സംഭവിക്കും, അവിടെ ഫ്ലവറിംഗ് നടക്കുന്നുണ്ട്. അതിനെ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഈ ലൈറ്റ് ഡ്യൂറേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ലോങ് ഡേ പ്ലാന്റ്സുകൾക്കുള്ള എക്സാമ്പിളുകളാണ് വീറ്റ്, ലെറ്റ്യൂസ്, ക്യാബേജ്. അതൊക്കെ ലോങ് ഡേ പ്ലാന്റ്സുകൾക്കുള്ള എക്സാമ്പിളുകളാണ്. ഷോർട്ട് ഡേ പ്ലാന്റ്സുകൾക്കുള്ള എക്സാമ്പിളുകൾ ഏതൊക്കെയാണ്, ഷുഗർ കെയിൻ, ഡാലിയ, ടൊബാക്കോ, റൈസ്. ഇതൊക്കെ എന്തിനുള്ള എക്സാമ്പിളുകളാണ്, ഷോർട്ട് ഡേ പ്ലാന്റ്സുകൾക്കുള്ള എക്സാമ്പിളുകളാണ്. ഡേ ന്യൂട്രൽ പ്ലാന്റ്സുകൾക്കുള്ള എക്സാമ്പിളുകളാണ് കുക്കുംബർ, സൺഫ്ലവർ, ടൊമാറ്റോ, ചില്ലി. ഇതൊക്കെ എന്തിനുള്ള എക്സാമ്പിളുകളാണ്, ഡേ ന്യൂട്രൽ പ്ലാന്റ്സുകൾക്കുള്ള എക്സാമ്പിളുകളാണ്. Is it clear? അപ്പോൾ 3 ടൈപ്പ് പ്ലാന്റ്സുകളാണ് പഠിച്ചത്, ഷോർട്ട് ഡേ പ്ലാന്റ്സ്, ലോങ് ഡേ പ്ലാന്റ്സ്, ഡേ ന്യൂട്രൽ പ്ലാന്റ്സ്. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, അതിന്റെ ഫോട്ടോ പീരീഡ് അനുസരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള 3 ടൈപ്പ് പ്ലാന്റ്സുകളെ കുറിച്ച് പഠിക്കുന്നത്. അതിന്റെ ഫ്ലവറിങ്ങിന് എന്താ അത്യാവശ്യമാണ്, ഫോട്ടോ പീരീഡ് അത്യാവശ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് കൺസെപ്റ്റ് ദാറ്റ് ഈസ് vernalization. What do you mean by vernalization? It is the phenomenon in which some plants depends quantitatively or qualitatively on exposure to low temperature for flowering. അതായത് വളരെ കുറഞ്ഞ ടെമ്പറേച്ചറിൽ എന്ത് പ്രൊമോട്ട് ചെയ്യുന്നു, ഫ്ലവറിംഗ് പ്രൊമോട്ട് ചെയ്യുന്നു. അത്തരം പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, vernalization എന്ന് പറയുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജസുകൾ എന്തൊക്കെയാണ്, ഇറ്റ് പ്രിവെന്റ് precocious reproductive development late in the growing season. It enabled the plant to have sufficient time to reach maturity. ഇവിടത്തെ ഫ്ലവറിംഗ് പ്രൊമോട്ട് ചെയ്യുന്നത് ലോ ടെമ്പറേച്ചറിലാണ്. In some plants, flowering is promoted by its exposure to low temperature. That is called vernalization. Here some of the examples for vernalization. Some food plants, wheat, barley, rye have 2 varieties. One is spring varieties and another one is the winter varieties. Spring varieties എന്ന് പറയുമ്പോൾ these are normally planted in the spring and come to flower and produce grain before the end of the growing season. The next one is the winter variety. If they planted in spring, would normally fail to flower or produce mature grain within a span of flowering season. അങ്ങനെയുള്ള കേസുകളിൽ എന്താ സംഭവിക്കുന്നത്, hence they are planted in autumn, they germinate and over winter come out as small seedlings, resume growth in the spring and are harvested usually around midsummer. That is example for vernalization. Another one example, vernalization in biennial plants. Biennial are monocarpic plants that normally flower and die in the second season. Example, sugar beet, cabbage, carrot, etc. Subjecting the growing of a biennial plant to cold treatment stimulate a subsequent photoperiodic flowering response. ഇതൊക്കെ എന്തിന് എക്സാമ്പിളുകളാണ്, vernalization എക്സാമ്പിളുകളാണ്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയേണ്ടത് എന്താണ് സീഡ് ജെർമിനേഷൻ, സീഡ് ഡോർമൻസി. സീഡ് ജെർമിനേഷൻ എന്താണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, ചെറിയ ക്ലാസ്സുകൾ മുതൽ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് സീഡ് ജെർമിനേഷൻ. The first steps involved in the process of plant growth, that is called seed germination. സീഡ് ജെർമിനേഷൻ അതിന്റെ ഫേവറബിൾ കണ്ടീഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് സീഡ് ജെർമിനേറ്റ് ചെയ്ത് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാകത്തുള്ളൂ. വാട്ട് ആർ ദ ഫേവറബിൾ കണ്ടീഷൻ, വാട്ടർ, എയർ, സൺലൈറ്റ് എക്സെട്ര അല്ലെ, ഇതൊക്കെയാണ് അതിന്റെ ഫേവറബിൾ കണ്ടീഷൻസുകൾ. അപ്പോൾ അതാണ് സീഡ് ജെർമിനേഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് ദ സീഡ് ഡോർമൻസി. വാട്ട് യു മീൻ ബൈ സീഡ് ഡോർമൻസി? It is the process of failure of seed to germinate in the presence of optimum condition. That is called seed dormancy. ഈ സീഡ് ഡോർമൻസിക്ക് കുറെ കാരണങ്ങളുണ്ട്. ഇത് ഇങ്ങനെ സീഡ് ഡോർമെന്റ് ആകാനുള്ള കുറച്ച് കാരണങ്ങളുണ്ട്.
one of the cause of seed dormancy, the permeability of the seed coat. Then another one is the changes in the environmental condition, presence of chemical inhibitors. ഇതൊക്കെ സീഡ് ഡോർമൻസിക്ക് കാരണമാകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ട് സീഡ് എന്താകും, ഡോർമൻ കണ്ടീഷനിൽ തന്നെ ആയിരിക്കും, അത് ജെർമിനേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന കണ്ടീഷൻ. സോ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഗ്രോത്ത് എന്താണെന്നും ഡെവലപ്മെന്റ് എന്താണെന്നും പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സുകളും അതിൻ്റെ പലതരത്തിലുള്ള ഫംഗ്ഷനുകളൊക്കെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നീട് ഫോട്ടോ പീരിയോഡിസവും വെർണലൈസേഷൻ, സീഡ് ജെർമിനേഷൻ, സീഡ് ഡോർമൻസി എന്നുള്ള പുതിയ കുറച്ച് ടേംസുകളൊക്കെ കൂടിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്.